ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് എഗ്ഗ് കറീൻ്റെ റെസിപ്പിയാണ്. നമ്മളൊന്നും പുഴുങ്ങിയൊക്കെയല്ലേ കറി വെക്കല്ലേ, അപ്പം നമുക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കിയാലോ അബ്ബാ. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 മുട്ട, നിങ്ങൾ ആളനുസരിച്ച് മുട്ടൻ്റെ എണ്ണം കൂട്ടട്ടോ. പിന്നെ ഒരു ഒണിയന്, 1-2 ഒണിയൻ ചോപ്പ് ചെയ്തത്, പിന്നെ പച്ചമുളക് ഒരെണ്ണം എരിവിനനുസരിച്ച് എടുക്കുക, പിന്നെ വെളുത്തുള്ളി, ജിഞ്ചർ. ഇതാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പാൻ ചൂടാക്കാം. ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ചേർക്കാം, വെജിറ്റബിൾ ഓയിൽ ചേർക്കാം, എന്തെണ്ണ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്, അതാണല്ലോ നല്ലത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലോണം ചുറ്റിയെടുത്ത ശേഷം ഓംലെറ്റിൻ്റെ ഉണ്ണി പൊട്ടാതെ താഴ്ത്തി ഇടുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ആഡ് ചെയ്ത് ആ ഉണ്ണി പൊട്ടാതെ നമ്മളത് മറിച്ചിടുക എന്നുള്ളതാണ് ടാസ്ക്. പക്ഷെ ഇന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ. ചിലപ്പോൾ കിച്ചണിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലർക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ ഇന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അതിൻ്റെ ഉണ്ണി പൊട്ടാതെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു നാക്ക് കിട്ടുക. മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചേ. അപ്പോൾ നമ്മളെ എഗ്ഗ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് മറിച്ച് കൊടുത്തു. ഉണ്ണി പൊട്ടിയിട്ടുണ്ട്. ഉണ്ണി പൊട്ടാതെ നിങ്ങൾക്ക് കഴിയുമായിരിക്കും, പക്ഷേ എനിക്ക് കഴിയൂല. കാരണം എനിക്കൊന്നും എക്സ്പീരിയൻസ് ആവാണ്ട് ഉണ്ണി പൊട്ടാതെ വെക്കണതാവും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്കത് മാറ്റാം. നമ്മളൊന്ന് ജസ്റ്റ് ഇത് മാറ്റിയെടുത്തു. മുട്ട നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എഗ്ഗ് സെറ്റാക്കാം. 2 എഗ്ഗിൻ്റെ ആവശ്യം ഞങ്ങൾ എടുത്തിട്ടുള്ളൂ, കാരണം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചതാണ്. ജസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്തു. അപ്പോൾ അടുത്ത എഗ്ഗ് താഴ്ത്തി പൊട്ടിച്ചൊഴിച്ചു, ഉണ്ണി പൊട്ടാത്ത വിധത്തിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിരുന്നു, പക്ഷേ അത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കണം, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഉപ്പും മുളകും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മുകൾ ഭാഗം വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കന്നെ വേണം. അടച്ച് വെച്ചതിന് ശേഷം ഉണ്ണി ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മളിത് മറിച്ചിടുക. മുട്ട സെറ്റാവട്ടെ, മുകൾ ഭാഗം വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിടാവേ. എൻ്റെ മുകൾ ഭാഗം ഒരു മിനിറ്റ് തികച്ച് വേണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അപ്പുറം മറിച്ചിടുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളെ 2 എഗ് ഫ്രൈയും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല ആഡ് ചെയ്യാം. ഈ സൈസ് പാനിൽ തന്നെ ആവും നല്ലത്. അപ്പോൾ നമ്മളെ എഗ്ഗ് സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണ എന്തും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയുടെ ഫ്ലേവറാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചെയ്തത്. ചൂടായ എണ്ണയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിലും യൂസ് ചെയ്യാം. അതിലേക്ക് ചെറിയ ജീരകം, പെരുംജീരകം ഇട്ടു. പെരുംജീരകം ഇട്ട് അതിലേക്ക് വെളുത്തുള്ളി, കുനുകുന അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, ഒരു പിടി വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്തു. നല്ലോണം സോട്ട് ചെയ്ത് ജസ്റ്റ് പാൻ ചൂടായിട്ടില്ല, അപ്പോൾ ചൂടാണ് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്ത് അതിലേക്ക് ഇഞ്ചി ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇടാതിരിക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചി ആഡ് ചെയ്തു, എനിക്ക് ഇഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ആഡ് ചെയ്തു. 2 വലിയ ഉള്ളി കുനുകുന അരിഞ്ഞ് ചെറിയ രീതിയിൽ ഞാൻ ചോപ്പ് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വലിയ ഉള്ളിയും ആഡ് ചെയ്ത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഉള്ളി ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി 1/2 ടീസ്പൂൺ, 3/4 ടീസ്പൂണോളം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു. അപ്പോൾ ഫ്ലേവറിനനുസരിച്ചാണ്, കുറച്ച് ഫ്ലേവർ കൂടുതലായിരിക്കും ചിലർക്ക് ഇഷ്ടം, അപ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. മസാലപ്പൊടികളൊക്കെ നന്നായി മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് അതും ജസ്റ്റ് ഒന്ന് ഇളക്കി സോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു അരക്കപ്പ് തികച്ച് വേണമെന്നല്ല, നമ്മളെ ഗ്രേവിക്ക് അനുസരിച്ചാണ്. എനിക്ക് തിക്ക് ഗ്രേവിയാണ് പേഴ്സണലി ഇഷ്ടം. എനിക്കങ്ങനെ അധികം വെള്ളം ഒഴിച്ചുള്ള സാധനങ്ങൾ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കപ്പോളം വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. എണ്ണത്തിനനുസരിച്ച് എഗ്ഗ് കൂട്ടാം, മസാലകൾ ഇതിനനുസരിച്ച് നമുക്കങ്ങനെ കൂട്ടിയിട്ട് നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. പച്ചമുളക് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2-3 സ്പൂൺ ടൊമാറ്റോ സോസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇതേ സമയം തന്നെ നമുക്ക് കാഷ്യൂ അരച്ചും ആഡ് ചെയ്യാം.
കാഷ്യൂ അരച്ചാൽ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും. അപ്പോൾ എൻ്റെ കയ്യിൽ അത് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത്. ടൊമാറ്റോ കെച്ചപ്പ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് എല്ലായിടത്തും പിടിച്ചിട്ടാട്ടോ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. വെള്ളം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇഷ്ടത്തിനനുസരിച്ച് മസാലകളൊക്കെ കൂട്ടി കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാക്കാൻ നമുക്ക്. ഞാൻ വളരെ കുറച്ച് വെള്ളമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് അധികം വെള്ളത്തിലില്ല ഫുഡിനോട്, മീൻസ് ഭയങ്കര ലൂസായ ഫുഡിനോട് താല്പര്യം. എനിക്ക് തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഫുഡിനോടാണ് കുറച്ചും കൂടി താല്പര്യം. എനിക്ക് നല്ല പേഴ്സണലി ഞങ്ങൾ വീട്ടിലുള്ളവർക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. ഞങ്ങൾ വീട്ടിൽ എന്ത് കറി ഉണ്ടാക്കുകയാണ് തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കില്ല. അധികം കറി അങ്ങനെ ഉണ്ടാക്കലില്ല. ഞങ്ങൾക്ക് തിക്കായിട്ടുള്ളതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു ജസ്റ്റ് നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി 1-2 തക്കാളി നന്നായി പേസ്റ്റ് ആക്കിയത്, അതായത് നന്നായി അരച്ചെടുത്തത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്രേവി നന്നായി തിക്കായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് വേപ്പിലയും പുതിനയിലയും ആഡ് ചെയ്യാം. നന്നായി തിക്കായി വരണേ, നല്ല ക്രീമി ടെക്സ്ചറിലാണ് വരണം. ഇത് അത്യാവശ്യം വാട്ടറിയാണ്. എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര തിക്കായതാണ് പേഴ്സണലി എനിക്കിഷ്ടം. പിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈഡ് എഗ്ഗ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസി മുകളിലേക്ക് എണ്ണ പൊന്തി വരേണ്ട ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ അതിലേക്ക് വേപ്പില പുതിന വേണമെങ്കിൽ പുതിന ഒക്കെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിനി ഫ്രൈഡ് എഗ്ഗ് അതിലേക്ക് ഇട്ട് മസാല പിടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് എഗ്ഗ് മറിച്ചിട്ടു. നമ്മുടെ എഗ് ഫ്രൈഡ് കറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.